അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ പുറമേയൊക്കെ ഉള്ള കോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി, ഭയങ്കര ക്ലീനായിരിക്കുന്നു, കഴിക്കാൻ കൊള്ളാം. നമുക്ക് ഈ മീനിന്റെ ഇതും കൂടി തന്നെ എടുക്കാം. എന്തോ വാലിപ്പിച്ചുകൊണ്ട് ഓടണ ചേച്ചിക്ക് മീനിന്റെ തല ഇഷ്ടമെന്ന് പറയും പോലെ എനിക്ക് മീനിന്റെ വാല ഇഷ്ടം കേട്ടോ പാവത്തിന്. നാരങ്ങ വെള്ളം കുടിക്കുമ്പോഴല്ല സെവനപ്പ് കുടിക്കുന്നത്, വ്യത്യാസമുണ്ട്. സത്യം നമുക്ക് സെവൻ കറക്റ്റ് ആണ്. അഞ്ചു പറഞ്ഞു അടി അടി. ഹലോ, ഇന്ന് നമ്മളുള്ളത് ട്രിവാൻഡ്രം ജില്ലയിലെ വാഴമുട്ടം കള്ളുഷോപ്പിലാണ്. അപ്പൊ ഇവിടെ ഒത്തിരി വ്യത്യസ്തമായ രുചികൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അപ്പൊ നമുക്ക് ഇവിടുത്തെ വ്യത്യസ്തമായ രുചികൾ എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് അകത്ത് പോയി നോക്കിയാലോ? പോകാം. കണക്കെഴുതുവാണോ? നമ്മളെ എന്തിനാ നമ്മള് വന്നേ? വന്നേ അങ്ങോട്ട് നമ്മുടെ കഴിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ എന്തൊക്കെയുണ്ട് ഇവിടെ? ഇവിടെ ഞണ്ടുണ്ട്, പോക്കുണ്ട്, പിന്നെ റാബിറ്റ് മുയലിറച്ചിയുണ്ട്, ചിക്കൻ ഫിഷ് ഉണ്ട്, വെറൈറ്റി ഫിഷ് ഐറ്റംസ് എല്ലാം. ഇവിടെ കൂടുതലും ഫിഷ് ആണ് ഇവിടെ കൂടുതലും പോകുന്നത് അല്ലേ? എന്താ സ്പെഷ്യൽ എന്താ ഇവിടുത്തെ? സ്പെഷ്യൽ കരിമീൻ ഫ്രൈ, പിന്നെ പ്യുവറായിട്ടുള്ള കള്ള്. അമ്മ മെയിൻ സാധനം ചോദിച്ചില്ല. മെയിൻ സാധനം കള്ള്, അതാണ് ചോദിക്കാൻ. അത് നമുക്ക് ആദ്യം വേണം. ഐറ്റംസ് നമുക്ക് എല്ലാം ഓരോ പ്ലേറ്റ് എടുക്കാം. നമ്മൾ അങ്ങോട്ട് ഇരുന്നാ മതിയല്ലോ. ഹട്ടിൽ ഫാമിലി കൊണ്ടുവരും, എല്ലാം കൊണ്ടുവരും. ശരി എന്നാ അപ്പൊ ഞങ്ങൾ അവിടെ പോയിരിക്കാം. എല്ലാം എത്തിക്കോ? ശരി. ബ്രോ, അപ്പൊ ഇത് എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്കൊന്ന് പറഞ്ഞു തരാമോ? ഇത് ഞണ്ട്, അയല, ബീഫ്, ഇത് മൂളി, കരിമീൻ, കൊഞ്ച്, ചിക്കൻ, കണവ, വിളമീൻ. ഏതാണ് വിളമീനോ? പിന്നെ ഊണ്, കപ്പ, അപ്പം, കറവ. ഓക്കെ. അപ്പോഴേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ പേരൊന്നും കൂടി പറയൂ. മൂളി. മൂളി കായലും മീനാണോ കടലും മീനാണോ? കായലും മീനാണോ? ഇതാണോ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയാം? അപ്പൊ ഓക്കെ, ഞങ്ങൾ ഇത് കഴിച്ചിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ശരി, നമുക്ക് ഫസ്റ്റ് കണ്ണ് കുടിച്ചാലോ? കളയുണ്ടോ? പതിവ് പോലെ നമ്മുടെ ആദ്യത്തെ ചടങ്ങ്. തുളുമ്പിരുന്നു. ഡൗട്ടാണ് കളയുമോ എന്നുള്ളത്. കുടിക്കോ? യെസ്. നല്ല പുളിപ്പല്ലേ? നല്ല പുളിപ്പുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. നല്ല പുളിപ്പും നല്ല ടേസ്റ്റും ഉണ്ട് അല്ലേ? ശരി, ഇനി വലിയ ടാസ്കായ തലക്കറിയാണ്. വലിയൊരു ഇത് എന്ത് തലയാണ്? മൂളി. മൂളി. മൂളി മൂളി അലങ്കാരി എന്നൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്. മൂളി എവിടുത്തെ മീനാണ്? കായലുള്ള മീൻ. വിളിച്ചു എടുത്തോ. ഞാനാണ് ഉദ്ഘാടനം കേട്ടോ. ഓക്കെ, കണ്ണ് പ്ലേറ്റ് വേണോ? അങ്ങോട്ട് വെക്കാൻ വേണോ പ്ലേറ്റ്? ജസ്റ്റ് വെച്ചു. നല്ല എരിവുണ്ടേ. അയ്യോ, എനിക്ക് തോന്നുന്നതെന്ന് അറിയാൻ വയ്യ. എരിവുണ്ടോ? അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് മീൻ, നല്ല എരിവുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീൻ അല്ലേ? അല്ലേ, ഇച്ചിട്ട് വരണതും ഇല്ലല്ലോ. നല്ല സോഫ്റ്റ് ആണ്. വെച്ചാൽ ഇതിന്
ഇതിന്റെ പുറമേയൊക്കെ ഉള്ള കോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി, ഭയങ്കര കിളികളായിരിക്കുന്നു, കഴിക്കാൻ കൊള്ളാം. ശരിയാണ്, അതിന് വേറെ വല്ല വാക്കുണ്ടോ? ഈ കറുത്ത അതിന്റെ സ്കിന്നായിട്ട് വരുന്ന സാധനം ഭയങ്കര ടേസ്റ്റ് ആട്ടോ, അത് അടിപൊളി. എന്തോ വലിച്ചെറിയിക്കൊണ്ട് പോണേ എടുക്കാതിരിക്കാൻ വേണ്ടി പ്ലേറ്റ് മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇത് ഇതിങ്ങനെ എടുക്കാൻ പറ്റില്ല, ഒന്നും എടുക്കാൻ പറ്റില്ല, വിഷയം. അത് എത്ര എടുത്തേ? വരൂല, എത്തില്ല, കട്ടിക്കിരിക്കണം. കടിച്ചു പൊടിക്കാൻ പറ്റുമോ? ആക്രാന്തപ്പെട്ട് ഞാൻ ഇങ്ങനെ എടുക്കണം, എന്താണ് സംഭവിക്കണമെന്ന് അറിയാൻ വയ്യ. ആ എൻ്റെ പല്ല് പോവും ഉറപ്പായിട്ടും. എനിക്ക് തല ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് പൊട്ടിക്കാൻ പറ്റാണല്ലോ, ഒരു ചുറ്റിയാലും കൊണ്ടുവരേണ്ടി. അയ്യോ അമ്മേ, 2 കൈയും കൂടി ഇടമെന്ന് തോന്നുന്നു. അമ്മ ടാസ്ക്കാണ് ഇത് പൊട്ടിക്കുന്നത്. ടാസ്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചേച്ചി ഏൽപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര ടാസ്ക്കാണ് ഇത് പൊട്ടിച്ചെടുത്ത് ഉടുപ്പിലൊക്കെ ആയി. എനിക്ക് ഭയങ്കരമായിട്ട് എരിക്കുന്നു, നല്ല എരിവുണ്ട്. കള്ള് കുടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ മധുരമുള്ള കള്ളം കൂടി ചെന്നപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം. മുളക് പൊടി നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ കള്ളിന് കോമ്പിനേഷനാണ് കേട്ടോ, ഈ ഒരു കോമ്പിനേഷനാണ്. കള്ളിന് ആവശ്യമുള്ളൊരു വേളൂ. നമ്മൾ സെപ്പറേറ്റ് കഴിക്കുമ്പോഴത്തേക്കാണ് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്, ഇച്ചിരി എരിവ് കൂടുതൽ വരുന്നത്. എനിക്കറിയാമില്ല, മനസ്സിലാക്കാൻ എന്റെ പാത്രത്തിലാ കുറെ എല്ല് സാധനം. പക്ഷെ എല്ലാം അത്ര എനിക്കും മാംസം അത്ര 5 രൂപയായിരുന്നു. ഇപ്പോഴാണ് പിടിച്ച് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് നോക്ക് പറയണു കംപ്ലീറ്റ് എല്ല്. ഇതിൽ കഴിഞ്ഞില്ല ഇനിയുണ്ട്. ഞാൻ ഇത്രയും കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചു. എനിക്ക് തരാതെ ഒരുപാട് സാധനങ്ങൾ എടുത്തോളൂ. ഇപ്പോഴാണ് 5 അറിയുന്നത് ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അത് നമുക്ക് മാറ്റിയിട്ട് ചോറ് കഴിക്കാം. പക്ഷെ കപ്പ എനിക്ക് വേണം, ഇല്ലെങ്കിൽ ഇടിയാണ്. തരാം. അവിയൽ വേണോ? അവിയൽ എല്ലാം വേണം, എല്ലാം വേണോ? ലൈറ്റ് മീൻ കറി. എന്താ മീൻ കറി അല്ലേ? ഞാൻ എടുത്തിട്ടാക്കി തരാവേ. കപ്പ, പച്ചടി, അയ്യോ പിന്നേടി അല്ല അവിയൽ. ആ അച്ചാറിന്റെ ചാറ് മാത്രമേ എടുത്തോളൂ. അതാ എടുത്തോ. നമുക്ക് ഇതിന്ന് ഏതെങ്കിലും ഒരു ഐറ്റം കൂടി എടുത്താലോ? ഇല്ല, ഞാൻ ഇതൊന്ന് ചോറ്. എനിക്ക് മീൻ ഇല്ല, ഇതെന്തുവാ? മീൻ കറി. ഞാനോ വേണ്ട, ഇത് രസം. മീൻ കറി. ഹായ് അയല മീൻ. നല്ല അയല മീൻ വറുത്തത്, നല്ല ക്രിസ്പി ആയിട്ടുള്ള അയല മീൻ. അതെന്റെ തോന്നൂ, അതൊന്നും മതി. മതിയോ? എനിക്ക് ഇഷ്ടമല്ലേ തരാനായിട്ട്. മൂത്ത സിംഹത്തിന് എന്റെ മതി. ഇത് മാത്രം മതി, ഇത് മാത്രം. ഞാൻ ഓടിച്ചത് അത്. ഇത് വേണ്ടേ മാംസം? വേണ്ട. ആർത്തി മൂത്ത സിംഹം. തല ഇഷ്ടമാണ്. നമുക്ക് ഇതിൻ്റെ കൂടി കണവയും കൊഞ്ചും കൂടി എടുക്കാം. കപ്പയും നല്ല ഫിഷ് ഫ്രൈ ഒക്കെ വെച്ചിട്ട് കുറച്ച് പച്ചടി എടുത്ത് മിക്സ് ചെയ്ത് നമ്മുടെ വീട്ടിൽ നല്ല ടേസ്റ്റ്. ഊണിൻ്റെ അതേ ടേസ്റ്റ്. ശരിയാണല്ലേ? വീട്ടിലെ ഒരു ഊണ് കഴിക്കുന്ന ഒരു നല്ല വീട്ടിലെ ഊണ് കഴിക്കുന്ന ഒരു സംതൃപ്തി ഇവിടെ പറഞ്ഞു ഞാൻ എടുത്തു. അയ്യോ കൊഞ്ചിൻ്റെ വാലായിപ്പോയി, സോറി. അല്ല കൊഞ്ച് ഫ്രൈ എടുത്തത് വാലായി പോയി. ഞാൻ എനിക്ക് തലയും വാലും എല്ലാം ഉണ്ട്. ആ
ചോറിൻ്റെ കൂടെ കൊഞ്ച് നല്ല കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ്, നല്ല വെളിച്ചെണ്ണ ടേസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാം. ചവയ്ക്കുന്നോറും ഓരോ ബൈറ്റിലും വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് അപ്പവും എന്ത് വേണം കറി? അപ്പം ചിക്കനും എടുക്കാം നമുക്ക്. അപ്പം ചിക്കൻ ശരി. ഒരു ഇച്ചിരി എൻ്റെ കയ്യിൽ ഒരു ഇച്ചിരി ചോറേ ബാക്കിയുള്ളൂ, അത് നമുക്ക് മാറ്റട്ടെ. മാറ്റി നല്ല സോഫ്റ്റ്. ഇത് മാറ്റാം, ഇത് മാറ്റിത്തരാം. മഴത്ത് നോക്കിയത് ചുമ്മാ തക്കാളിയൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുവാണ്, നല്ല ഭംഗിക്ക്. ഞാൻ വിളിക്കുന്നില്ല, ആർത്തി മൂത്ത് പോയി. ചപ്പ ഇങ്ങനെ പിച്ചി എടുത്തിട്ട് നല്ല നല്ല നോക്കട്ടെ, രസമുള്ള നല്ല നേരത്തെ പറഞ്ഞോളൂ നല്ല കിളുകളുള്ള പീസ് ഉണ്ട് കേട്ടോ. എന്നുള്ള പീസ്? കിളുകളായിരിക്കും, നല്ല സോഫ്റ്റ് ചിക്കൻ, നല്ല സോഫ്റ്റ് ചിക്കൻ. ആണോ? അത് നല്ല നെയ്യൊക്കെ ഇങ്ങനെ നെയ്യുന്ന കൊളസ്ട്രോൾ എന്നൊക്കെ പറയുമെങ്കിലും പക്ഷേ കൊളസ്ട്രോൾ ഒന്നും പറയെങ്കിലും കഴിക്കുമല്ലേ? ഞാൻ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? സാമ്പാർ മുളക് തന്നെയാവോ പറയുന്നത്? എന്താ നമ്മുടെ ഉണ്ടമുളക് എന്ന് പറയും. ഉണ്ടമുളക്, ഇത് സാമ്പാർ മുളക്. കൂടുതലും അതല്ല ഇട്ടിരിക്കുന്ന, പക്ഷെ എരിവ് കുറവാ. സത്യത്തിൽ ഇതിൽ വലിയ മുളകിന്റെ ഇതൊന്നുമില്ല അല്ലേ? മല്ലിയിലിട്ട് നല്ല ഗാർണിഷ് ചെയ്യുന്നുണ്ട്, നല്ല മല്ലിയുടെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടമാണ് മല്ലിയില, എനിക്കിഷ്ടം, നല്ല ഇഷ്ടമാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ തൽക്കാലം നമ്മളിത് ടേസ്റ്റ് ചെയ്തല്ലോ. ഇനി ഒത്തിരി ടേസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് കണവ റോസ്റ്റ് എടുക്കാം. ഓക്കെ ആണോ? ഇല്ല ഇല്ല, ഒന്നുമില്ല. ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചിരിക്കാൻ പറയണേ. എനിക്ക് മനസ്സിലായി, ഉണ്ടെങ്കിലും അങ്ങ് മനസ്സിൽ വെച്ചിരിക്കുക എന്നല്ലേ പറയണേ. ഇതെങ്കിലും എനിക്ക് രണ്ടധികം പീസ് തിന്നാൻ പറ്റിയാൽ മതിയാണ്. എനിക്ക് ബാക്കിയൊന്നും വല്ല പാവം കേട്ടാ ഞാൻ ഒന്നും കൊടുക്കാത്ത. അല്ല, അത് ഉടനെ അത് അത്രയും തള്ളി ഞാൻ കൊടുക്കാത്തോണ്ട് ചേച്ചി ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്കേറ്റ്. ഞാൻ ഒന്നും കൊടുക്കാത്തോണ്ടാണോ? ഞാൻ എന്തായാലും കണവ എടുക്കട്ടെ എന്ന് നോക്കാം. നല്ല വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്ത കണവ. കണവയുടെ തല ഉണ്ട്, തല വേണം. എടുത്തോ. അല്ലെങ്കിൽ എനിക്ക് പൊതിയും തട്ടി ഞാൻ കിട്ടി കിട്ടി. പോണ വഴിക്ക് കിടന്നാ തീയും. വേണ്ട അഞ്ചു, കിടക്കത്തില്ല. ഇതുണ്ടോ നല്ല വട്ടത്തിൽ കട്ട് ചെയ്ത നല്ല കണവ. പക്ഷെ എല്ലാത്തിനും എരിവ് കുറവാ. കണവയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, എരിവ് കുറവാ. അത്യാവശ്യം ഒരു ചെറിയൊരു പുളിപ്പുണ്ട് കേട്ടോ. ഒരു പീസും കൂടെ എടുക്കാം, 2 പീസാക്കി മടക്കി നല്ല ഭംഗിയായിട്ട് എടുക്കുക. അയ്യോ, അതിൽ പറ്റണമില്ലല്ലോ. എങ്ങനെ പറ്റും? കഴിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ മീൻ എടുത്താലോ? കപ്പ വേണ്ടേ? മീൻ കഴിച്ചിട്ട് കപ്പ മതി. നമുക്ക് കപ്പയിലൂടെ ഈ മീൻ കഴിക്കാം. ഇത് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാം. കൊള്ളാം അല്ലേ? നല്ല രസമുണ്ട്, കൊള്ളാം. അടിപൊളി മീനാണ്. ഇതെന്താണ്? വെളമീനോ? എന്താ പറഞ്ഞ? വെള്ളമീൻ. വെളമീൻ കഴിച്ച് നോക്കിയിട്ട് നമ്മൾ അഭിപ്രായം പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും തലയായി ഇഷ്ടം. കുറച്ച് പൊടിയും കൂടി വാരിയിട്ടെ. ഇതും നല്ല വെളിച്ചെണ്ണ വറുത്തതാണ്. നല്ല എരിവും വറുത്ത മീൻ്റെതായ എല്ലാ ടേസ്റ്റും ഉണ്ട്. നല്ല കുരുമുളകും നല്ല മുളക് പൊടി എല്ലാം ചേർത്തുണ്ട്. അടിപൊളി. കൊള്ളാം, നന്നായിട്ടുണ്ട്. നമുക്ക് ഈ മീനിൻ്റെ ഇതും കൂടി തന്നെ എടുക്കാം. എന്തോ വാലിപ്പിച്ചുകൊണ്ട് ഓടണ. ചേച്ചിക്ക് മീനിന്റെ തല ഇഷ്ടമെന്ന് പറയും പോലെ എനിക്ക് മീനിന്റെ വാല ഇഷ്ടം കേട്ടോ പാവത്തിന്. മുള്ള പോലും മാറ്റി വെക്കാണ്ട് സാധാരണ കഴിഞ്ഞ തവണ 5 ഞാൻ നോക്കുന്നതിന് മുന്നേ ഫിനിഷ്. പിന്നെ കണ്ണൊന്നിങ്ങനെ അടിച്ച് തുറന്നപ്പോഴത്തേക്ക് മുള്ളു മാത്രമാക്കി. കണ്ണിലിങ്ങനെ പൊത്തി പിടിച്ചു. അല്ല, ഈ മുള്ളു മാത്രം 5 ആക്കി. ഇനിയും അടുത്തതും പാത്രത്തിൽ നിന്ന് എടുക്കണമെങ്കിൽ എനിക്ക് മുള്ളുകൾ മാത്രമേ ഉള്ളൂ. കണ്ട, ഇത് മാത്രമേ ഉള്ളൂ.
സത്യം പറഞ്ഞാൽ മുള്ളു നല്ല ടേസ്റ്റ് ആയിട്ടാ. നീ കഴിച്ചിട്ടുണ്ടോ? അത് ബാക്കി അതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അത് പറയാം. ബാക്കിയെല്ലാം ബാക്കി ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുള്ളെങ്കിലും ഇനി മുള്ളു കൊള്ളാതെ, മുള്ളാണ് അടിപൊളി. സീരിയസ് ആയിട്ട് ഞാൻ പറയണം, മുള്ളു നല്ല ടേസ്റ്റാ. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ പക്ഷെ ചെയ്യാറുണ്ട്. ഈ മുള്ളു ഇങ്ങനെ എടുക്കുക, ഞാൻ ചെയ്യാറുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. മുള്ളിന്റെ ടേസ്റ്റ് ഉണ്ടാവും. കപ്പ ഇടാം, ഞാൻ കൈവശം ഇടണേ. അഞ്ചു പറഞ്ഞിടയ്ക്ക് സ്പൂൺ അതൊക്കെ വളരെ മോശമുള്ള സംഭവമാണ്. അല്ല, എനിക്ക് കൈവച്ചിരുന്നത് ഇനി നമുക്കൊരു ചിക്കൻ്റെ ഗ്രേവി എടുത്താലോ? ചിക്കൻ്റെ ഗ്രേവിയോ? എന്നിട്ട് ബീഫും കൂടി വേണമെങ്കിൽ എടുക്കാം. ബീഫും എനിക്ക് താല്പര്യമുള്ള കൂടുതലാണ്. അതും എടുക്കാം. എനിക്ക് ചിക്കൻ്റെ ഗ്രേവി മതി. എനിക്ക് നല്ല ഗ്രേവി മതി, ഗ്രേവിയാണ് ഇഷ്ടം. എനിക്ക് കുറച്ച് മീനിൻ്റെ ഗ്രേവി. പിടിക്കും അറിയാൻ പറ്റും, ഉടഞ്ഞു പോകുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പൊടിയിടാം. അളവ് നോക്കിയതാ? മതി, കൂടുതൽ വേണ്ട, കൂടി പോകും. നോക്കട്ടെ, ഞാനും നോക്കട്ടെ ഇവിടെ അളവ്. കൂടുതൽ വേണ്ട, കൂടിപ്പോ. എനിക്ക് തുറന്നു ചെയ്യണം. മൺകുടമെടുത്ത് ഇത്തിരി ആക്രാന്തം കൂടിപ്പോയി. ഒറ്റ അയ്യോ കുടിച്ചില്ലായിരുന്നാ? എനിക്ക് ഇച്ചിരി ആക്രാന്തം കൂടിപ്പോയോ എന്നൊരു സംശയം. അത് ഇതിനോടല്ല, എല്ലാത്തിനോടും. അത് സത്യമാണ്, എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ സത്യം കള്ള എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇനി കൊള്ളാം, നല്ല ബെറോട്ട. എനിക്കൂടി എടുത്തരോ? ആക്രാന്തം കൊണ്ട് ഞാൻ ആദ്യം അയ്യോ എൻ്റെ എന്തോ അങ്ങനെ. എനിക്ക് ബെറോട്ട കൊണ്ടൊന്നും ഫസ്റ്റ് എനിക്ക് ഇഷ്ടം എന്താണെന്ന് അറിയുമോ? എനിക്ക് ബെറോട്ട സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കറി ഇല്ലാതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം, ഭയങ്കര ടേസ്റ്റ്. ആരെങ്കിലും കഴിച്ചു നോക്കും, ഭയങ്കര ടേസ്റ്റ്. ഇതുപോലെ ആർത്തി മൂത്ത എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ബീഫും കൂട്ടിയേ കഴിക്കുള്ളൂ. അത് പൊറോട്ട വെറുതെ കഴിക്കും, വീണ്ടും കഴിക്കും, അതും കൂട്ടി കഴിക്കും. സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ അഞ്ചു കുട്ടി ഇതെല്ലാം ശ്രദ്ധിച്ചേ കഴിക്കുള്ളൂ കേട്ടോ. ബീഫൊക്കെ വന്ന് കോമ്പിനേഷനൊക്കെ വെച്ച് എന്നെ ഇപ്പൊ അഞ്ചു കൂട്ടി വിളിച്ചെങ്കിൽ മനസ്സിലുണ്ട് എന്തൊക്കെയോ. ഞാൻ മനസ്സിലൊരു 1000 തെറി വിളിച്ചതിന് ശേഷം അഞ്ചു കുട്ടി എന്ന് വിളിച്ചത്. നിനക്കത് മനസ്സിലായല്ലേ? മനസ്സിലായി. ബീഫ് ഇങ്ങനെ പൊറോട്ട വെച്ചിട്ട് നമുക്ക് ചുരുട്ടി, അതിൻ്റെ ഇതൊക്കെ ഒരു രീതിയാണ്. ബീഫ് ഇതാണ് ചില്ലി ബീഫ് എന്നെനിക്ക് തോന്നുന്നു. നല്ല ചുമന്ന കളറിലിരിക്കുന്നതുകൊണ്ട് നല്ലൊരു പേരിട്ട്. പിന്നെ ഒരു പ്രത്യേക മണമുണ്ട് ബീഫിന്. അഞ്ചു പറഞ്ഞുകൊണ്ട് ഞാൻ മണത്ത് നോക്കിയതാണ് സത്യം. അല്ല, സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ മണം കേട്ടോ, മണം പിടിക്കും. നീ ഇത്തവണ മണം പിടിച്ചില്ലല്ലേ? മണമുണ്ട്, നല്ല സത്യം. മസാലയുടെ നല്ല മണമുണ്ട്. അല്ല, പറഞ്ഞത് തെറ്റല്ല, ശരി തന്നെയാണ്. മസാലയുടെ നല്ല മണം. ഞാൻ പറഞ്ഞ ഒന്നും തെറ്റാണെന്ന് വാദിക്കാൻ പറ്റൂല, അത് വേറൊരു കാര്യം. നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ കള്ള് കുടിക്കാൻ എന്താ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ കുടിക്കുന്നത്? ശരിക്കും കഷ്ടപ്പാടൊന്നുമില്ല, പക്ഷെ കുടിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് എക്സ്പ്രഷൻ വന്നു പോകും. നല്ല പുളിപ്പും നല്ല മധുരമുണ്ട്. അല്ല, അത് ശരിയാണ്. ഞാനും കമന്റ് വായിച്ചു, എന്താണ് കള്ള് ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ കള്ള് കുടിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി പച്ചവെള്ളം കുടിക്കുന്നതാണെങ്കിൽ നമുക്ക് ഒരിക്കലും പച്ചവെള്ളത്തിനൊരു ടേസ്റ്റും ഇല്ല. പക്ഷെ ഇത് കുടിക്കുമ്പോൾ അറിയാതെ കണ്ണടഞ്ഞു പോകണത്. കാര്യം എന്ന് വെച്ചാൽ ചെറിയൊരു പുളിപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. നാരങ്ങ വെള്ളം കുടിക്കുമ്പോഴല്ല സെവനപ്പ് കുടിക്കുന്നത്, വ്യത്യാസമുണ്ട്. സത്യം, നമുക്ക് കറക്റ്റാണ്. അഞ്ചു പറഞ്ഞു ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ? എന്താണെന്ന് അറിയാൻ കേട്ടോ. മീനൊക്കെ പിച്ച് വായിൽ വെച്ച് തന്നു. എന്ത് പറയാണാവോ ഇനി വരാൻ പോണോ? എനിക്ക് എന്തെല്ലാം സഹിക്കണമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇനി ഞാൻ ഞണ്ടെടുക്കാൻ പോവാം. ഇനി ആ ഒരു ആവേശം കണ്ടോ? ആവേശം അല്ല, എന്നിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു ഞണ്ടിനെ തൂക്കിയെടുത്തു. നല്ല തക്കാളിയൊക്കെ ഉണ്ടല്ലോ. എനിക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് വലിയൊരു കാലാണ്. അയ്യോ, ഇത് ഫുൾ ഞണ്ടാണേ. ഇതുണ്ടോ?
ഗ്രേവി അടിപൊളി ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. നല്ല ജ്യൂസി ആയിട്ടുള്ള ഞണ്ടാണ്. നഖത്തൊക്കെ ഒരുപാട് നല്ല നല്ല മാംസമുള്ള ജണ്ടെന്നാണ് ഉദ്ദേശിച്ചത്, ജ്യൂസി. ഞാൻ ഏതോ ഒരു എപ്പിസോഡിൽ ഇത് ഈ ഷെല്ലും കൂടി അകത്താക്കി നല്ല ടേസ്റ്റാണ് സത്യയോടെ. ഞാൻ ഇത് കടിച്ചു മുറിച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞ നല്ല രസമുണ്ടാണ്. ഞാൻ ഇതെല്ലാം കൂടി ശവശം കഴിച്ചു. നമുക്ക് അന്നും ആലപ്പുഴയിൽ പോയി കഴിച്ചപ്പോഴത്തേക്കും നല്ല കുരുമുളകും അവിടെ കാശ്മീരി ചില്ലി കേട്ടോ കൂടുതൽ ഇട്ടതും. പക്ഷേ ട്രിവാൻഡ്രത്തെ മസാല വേറെയാണ്. നമ്മൾ നോർമൽ ചില്ലിയാണ് ഇടുന്നത്. കാശ്മീരി ചില്ലി അല്ല അവരിടുന്നത്, നോർമൽ ചില്ലി. അവിടെ കാശ്മീരി ചില്ലിയും നല്ല കുരുമുളക് നിറയെ ഇടും. അപ്പോൾ നല്ല എരിവായിരിക്കും. എന്നിട്ട് ഗ്രേവി അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. എന്റെ സഹായം വേണോ എല്ലൊടിക്കാൻ? 2 കൈ എടുത്ത്. അതായത് ഇതിൻ്റെ ഇത് സാധനം കാണിച്ചുതരാം. എന്താ, ഇതാണ് ഇതിൻ്റെ മാംസം. സത്യത്തിൽ ആ മാംസം കൊണ്ട് കഴിക്കേണ്ടത്. 5 പറഞ്ഞ കറക്റ്റാ. ജ്യൂസി എന്ന് പറഞ്ഞത് ഇതിൻ്റെ മസാല ഇതിനകത്ത് സത്യമാണ്. ഞാൻ കളിയാക്കി. ജ്യൂസിന് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ കളിയാക്കി കള്ളം പറയാമെന്നു. എടുത്തിന് പിഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞു ഇതിനകത്ത് മസാല ഇറങ്ങിയിട്ടുണ്ട്. പിഴിയുമ്പോൾ വരും. ഇതാണ് ഇതിന്റെ മാംസം. മസാല ഇറങ്ങിയിട്ടുണ്ട്. കറക്റ്റാ പറഞ്ഞത്, സത്യം. രാവിലെ പല്ലും തേക്കാതെ ഇറങ്ങി ജ്യൂസ് ചെയ്ത് വെള്ളം പല്ലുതേപ്പില്ല, കുളിയില്ല. അഞ്ചു നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു കുറച്ച് ഐറ്റംസേ ഉള്ളൂ പാഴ്സലായിട്ട്. നമ്മൾ ഒരുവിധം കവർ ചെയ്തല്ലേ. ഇത് നമുക്ക് ഇവർ ഞണ്ടും ആ ഒരു മീനും കുറച്ച് ഇതൊക്കെ ഉള്ളത് പാഴ്സൽ എടുത്തിട്ട് പോയാലോ? ഇപ്രാവശ്യം രണ്ടും കുറച്ച് സാധനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ചേച്ചി കോട്ട കൊണ്ടുവന്നില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ ഇഷ്ടം പോലെ വിഭവങ്ങൾ ബാക്കി ഉണ്ടാവും. പ്രതീക്ഷയോടെ ചേച്ചി കോട്ട കൊണ്ടുവന്ന് പറഞ്ഞു. 2 കോട്ടാണ്, ഫ്രണ്ടിലും ബാക്കിലും. അപ്പം നമ്മൾ ഏതാണ്ട് എല്ലാം തീർത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മറ്റൊരു സ്ഥലത്ത് പുതിയ പുതിയ രുചികൾ തേടി ഞങ്ങൾ രണ്ടാളും ഉണ്ടാവും, ഇല്ലേ? അതെ, ഉറപ്പായിട്ടും. അപ്പോ നിങ്ങൾ ഉണ്ടാവണം. ടാറ്റാ, ബൈ ബൈ.